ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാരി റേസ് പ്ലസിൻ്റെ FSO കോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഫുഡ് പ്രിസർവേഷൻ ആയിരുന്നു. ഫുഡ് പ്രിസർവേഷൻ്റെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുഡ് പ്രിസർവേഷൻ്റെ പ്രിൻസിപ്പൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ ആണ് പഠിച്ചത്. അവിടെ നമ്മൾ മെയിനായിട്ട് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, തെർമൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അതിന് താഴെ വരുന്ന കുറേ പ്രോസസ്സുകളും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പാസ്ചറൈസേഷൻ പഠിച്ചു, സ്റ്റെറിലൈസേഷൻ പഠിച്ചു, അങ്ങനെ കുറേ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇറേഡിയേഷൻ. ഇറേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒന്നാണ്. അതായത് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്ന പ്രോസസ്സാണെന്ന് നമുക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ FSO 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇറിഡേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും ഡയറക്റ്റ്ലി വന്നൊരു ചോദ്യമായിരുന്നു. ആകെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിന് നമ്മൾ ഇറിഡേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഡോസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, അതായിരുന്നു ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ഇറിഡേഷൻ ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ഈ ക്വസ്റ്റ്യന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ നമുക്ക് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താണ് ഇറിഡേഷൻ എന്ന് നോക്കാം. ഇറിഡേഷൻ എന്ന് പറഞ്ഞാൽ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് ഇവിടെ, റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. യൂസിങ് റേഡിയേഷൻ ടു ഡിസ്ട്രോയ് സ്പോയിലേജ് ഓർഗാനിസംസ് ഓർ പാത്തജൻസ് ഇൻ ഫുഡ്. നമ്മൾ ഓൾറെഡി പാത്തജൻസ് എന്താണെന്നും സ്പോയിലേജ് ഓർഗാനിസംസ് എന്താണെന്നും ഒക്കെ പഠിച്ചായിരുന്നു. എന്താണ് പാത്തജൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡിനകത്തുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ, ഡിസീസ് ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള മൈക്രോബ്സിനെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുക. അതേപോലെ തന്നെ നമ്മുടെ ഫുഡിൽ സ്പോയിലേജ് ഉണ്ടാക്കാൻ, ഫുഡിനെ കേടുവരുത്താൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസംസും ഉണ്ട്. അതാണ് സ്പോയിലേജ് ഓർഗാനിസംസ്. അപ്പോൾ ഈ സ്പോയിലേജ് ഓർഗാനിസംസിനെയും പാത്തജൻസിനെയൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇറേഡിയേഷൻ എന്ന് പറയുന്നത്. ആ പേര് പോലെ തന്നെ നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്തിട്ട് ഫുഡിനകത്തുള്ള സ്പോയിലേജ് ഓർഗാനിസംസിനെയും പാത്തജൻസിനെയും ഒക്കെ ഇല്ലാണ്ടാക്കി നമ്മുടെ ഫുഡ് സേഫും അതേപോലെ തന്നെ ഷെൽഫ് സ്റ്റേബിളും ആക്കി മാറ്റുന്നു. എന്താ ഷെൽഫ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ? ഷെൽഫ് സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ നല്ല ഷെൽഫ് ലൈഫ് ഉള്ളൊരു ഫുഡിനെയാണ് നമ്മൾ ഷെൽഫ് സ്റ്റേബിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുക. അതായത് നമുക്ക് ഒത്തിരി കാലം പ്രിസർവ് ചെയ്ത് വെച്ച് കേടുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ്. നമ്മൾ ഈ റേഡിയേഷൻ അപ്ലൈ ചെയ്തിട്ട് ഫുഡിനെ സേഫ് ആക്കുന്നു. അതായത് ഫുഡിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തജൻസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നു. അതുപോലെ തന്നെ ഫുഡിൻ്റെ ഷെൽഫ് ലൈഫും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതാണ് ഇറേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മൾ ഇറേഡിയേഷന് വേണ്ടിയിട്ട് റേഡിയേഷൻസ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ റേഡിയേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന് ആൽഫ റേഡിയേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ ബീറ്റ റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട്, ഗാമ റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ എക്സ്റേസ് യൂസ് ചെയ്യാറുണ്ട്, ഫ്രീ ഇലക്ട്രോൺസിനെയും യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള റേഡിയേഷൻസിനെയാണ് നമ്മൾ ഇറേഡിയേഷൻ പ്രൊസീജിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പോയിന്റ് പഠിച്ചു. ഇറേഡിയേഷൻ എന്താണെന്നും പറഞ്ഞു, ഇറേഡിയേഷന് വേണ്ടി നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഏജൻസ് എന്താണെന്നും പറഞ്ഞു. ഇനി അടുത്ത 3rd പോയിന്റ് ആണ് എക്സ്റേസ് ആൻഡ് ഇലക്ട്രോൺസ്. നമ്മളിവിടെ എക്സ്റേസിനെ കുറിച്ചും ഇലക്ട്രോൺസിനെ കുറിച്ചും പറഞ്ഞില്ലേ? ഈ എക്സ്റേസിനും ഇലക്ട്രോൺസിനും ഒരു കപ്പാസിറ്റി ഉണ്ട്. എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ദേ ക്യാൻ ബ്രേക്ക് കെമിക്കൽ ബോൺസ്. നമ്മുടെ ഫുഡിനകത്തുള്ള കെമിക്കൽ ബോൺസിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? എക്സ്റേസിനും ഉണ്ട്, ഇലക്ട്രോൺസിനും ഉണ്ട്. അത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇൻ ഹൈ മോയ്സ്ചർ ഫുഡ്സ് വാട്ടർ ഈസ് അയണൈസ്ഡ് ബൈ റേഡിയേഷൻ. അതായത് ഹൈ മോയ്സ്ചർ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഫുഡ്. ഓക്കെ, അങ്ങനെ നല്ല മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസിനകത്തേക്ക് നമ്മൾ ഈ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ നല്ല മോയ്സ്ചർ ഉള്ള ഫുഡ് എന്ന് പറയുമ്പം എന്തായാലും നമുക്കറിയാം വാട്ടർ കണ്ടന്റ് കൂടിയ ഫുഡാണ്. അങ്ങനെയുള്ള ഫുഡിലേക്ക് നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫുഡ് എന്താവും? അയണൈസ്ഡ് ആവും. എന്താണ് അയോൺസ് എന്ന് പറഞ്ഞാൽ? ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ അയോൺസ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ഹൈ മോയ്സ്ചർ ഫുഡ്സിനകത്തേക്ക് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഫുഡിനകത്തുള്ള ആര് അയണൈസ്ഡ് ആവും? വാട്ടർ അയണൈസ്ഡ് ആവും. ഫുഡിനകത്തുള്ള വാട്ടർ എന്താവും? അയണൈസ്ഡ് ആവും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇലക്ട്രോൺസ് ആർ എക്സ്പെൽഡ് ഫ്രം ദ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ട്. നമ്മൾ എന്താ പറഞ്ഞത്? ഇൻ ഹൈ മോയ്സ്ചർ ഫുഡ്സ് വാട്ടർ ഈസ് അയണൈസ്ഡ് ബൈ റേഡിയേഷൻ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഹൈ മോയ്സ്ചർ ഫുഡ് ഉണ്ട്, നല്ല മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡ് ഉണ്ട്. ആ ഫുഡിലേക്ക് ഞാൻ റേഡിയേഷൻ അപ്ലൈ ചെയ്യുവാണ്. ആ ഫുഡിലേക്ക് ഞാൻ റേഡിയേഷൻ അപ്ലൈ ചെയ്തപ്പോൾ ആ ഫുഡിനകത്തുള്ള വാട്ടർ എന്തായി? അയണൈസ്ഡ് ആയി. അതുവരെ നമ്മൾ പറഞ്ഞു ആ ഫുഡിനകത്തുള്ള വാട്ടർ അയണൈസ്ഡ് ആയി. ഓക്കെ, എന്നിട്ട് പിന്നെ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ആർ എക്സ്പെൽഡ് ഫ്രം വാട്ടർ മോളിക്യൂൾസ്. ഈ അയണൈസ്ഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾസിൽ നിന്ന് ആര് പുറത്തേക്ക് വരും? ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും.
ഓക്കെ, ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നിട്ട് ദേ വിൽ ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രോൺസിന് എന്തിനുള്ള കഴിവുണ്ട്, ദേ ക്യാൻ ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നിട്ട് അത് എന്ത് ചെയ്യും, കെമിക്കൽ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യും. അതാണ് ഇറേഡിയേഷനിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനിയും ബാക്കിയുണ്ട്. ഇത്രയൊക്കെ ആണല്ലോ. നമ്മൾ ഹൈ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു ഫുഡിലേക്ക് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും, ആ ഫുഡിനകത്തുള്ള വാട്ടർ അയണൈസ്ഡ് ആവും. വാട്ടർ അയണൈസ്ഡ് ആകുമ്പോൾ എന്ത് പറ്റും, ആ വാട്ടറിനകത്ത് നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് റിലീസ് ആവും. ഈ ഇലക്ട്രോൺസ് പോയിട്ട് വെറുതെ ഇരിക്കൂല, ആ ഇലക്ട്രോൺസ് പോയിട്ട് ഫുഡിനകത്തുള്ള കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ആയി. അത്രയൊക്കെ ആണല്ലോ. കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇനി എന്ത് പറ്റും, ദ പ്രൊഡക്ട്സ് ഫോംഡ് ആർ, അതായത് ഇപ്പം നമ്മുടെ ഫുഡ് അതിനകത്ത് ഏതൊരു ഫുഡ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഏതൊരു ഫുഡ് പ്രൊഡക്റ്റ് നമ്മൾ എടുത്താലും അതിനകത്തുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് അല്ലെങ്കിൽ കമ്പോണൻസ് ബോണ്ട് വഴിയായിരിക്കുമല്ലോ ലിങ്ക്ഡ് ആയിട്ടിരിക്കുന്നത്. അതിനകത്ത് കെമിക്കൽ ബോണ്ട് ഉണ്ടായിരിക്കും. ഓക്കെ, കെമിക്കൽ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ആയതുവരെ നമ്മൾ പറഞ്ഞു. അപ്പോൾ കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ആകുമ്പം ഉറപ്പായിട്ടും ഈ ബോണ്ട് അങ്ങ് പോയി. അപ്പോൾ എന്ത് ചെയ്യും, പല പ്രൊഡക്റ്റും അവിടെ റിലീസ് ആവല്ലേ ചെയ്യുന്നത്, പല സാധനങ്ങളും മാറി മാറിപ്പോവും, പല പ്രൊഡക്ട്സും റിലീസ് ആവും അല്ലേ. ദ പ്രൊഡക്ട്സ് ഫോംഡ് ആർ, അപ്പം എന്ത് മനസ്സിലായി നമുക്ക്, കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ ഏതൊക്കെയോ പ്രൊഡക്ട്സ് ഫോം ചെയ്തു. ദ പ്രൊഡക്ട്സ് ഫോംഡ് ആർ റീകമ്പൈൻഡ്. അങ്ങനെ ഫോം ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്ത് ചെയ്യും, പിന്നെ തിരിച്ചു വന്നിട്ട് റീകമ്പൈൻ ചെയ്യും. അതായത് മാറി മാറിപ്പോയ പ്രൊഡക്ട്സ് പിന്നെ തിരിച്ചു വന്ന് ഒന്നും കൂടി കമ്പൈൻ ചെയ്യും. അങ്ങനെ റീകമ്പൈൻ ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാവും, ഹൈഡ്രജൻ റാഡിക്കൽസ് ഉണ്ടാവും, ഹൈഡ്രോക്സൈൽ റാഡിക്കൽസ് ഉണ്ടാവും, ഹൈഡ്രോ പെറോക്സൈൽ റാഡിക്കൽസ് ഉണ്ടാവും. അതായത് കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ആയപ്പോൾ റിലീസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് പിന്നെ വന്ന് റീകമ്പൈൻ ചെയ്തിട്ട് പുതിയ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. ആ സാധനങ്ങളുടെ പേരാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഹൈഡ്രജൻ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഹൈഡ്രജൻ റാഡിക്കൽസ്, ഹൈഡ്രോക്സൈൽ റാഡിക്കൽസ്, ഹൈഡ്രോ പെറോക്സൈൽ റാഡിക്കൽസ്, ഇങ്ങനെ പറഞ്ഞ കുറേ പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ഈ പേരെല്ലാം പഠിച്ചിരിക്കണം. കാരണം MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഓപ്ഷനിൽ ഈ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് റീകമ്പൈൻ ചെയ്തുണ്ടാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. സോ ഈ പേരെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പേരുകളാണ്. ദ റാഡിക്കൽസ് ആർ ഷോർട്ട് ലിവ്ഡ്. അപ്പോൾ ഇപ്പം നമ്മൾ കുറേ റാഡിക്കൽസ് ഉണ്ടായ കാര്യം പറഞ്ഞല്ലോ. ഈ റാഡിക്കൽസ് ഷോർട്ട് ലിവ്ഡ് ആണ്. ഈ റാഡിക്കൽസ് ഉണ്ടായി കഴിഞ്ഞാൽ മണിക്കൂറുകളോളം അതവിടെ നിൽക്കൊന്നുമില്ല. കുറച്ച് നേരം നിന്നിട്ട് അത് തന്നെ ഡിസ്ട്രോയ് ആയി പോവും. ഷോർട്ട് ലിവ്ഡ് ആണ്. എത്ര നേരം, ഒരു 10⁻⁵. 10⁻⁵ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ചെറുതാണ്. അത്രയും സെക്കൻഡ്സ് പോലും ഇല്ല. അതിനേക്കാളും താഴ്ന്ന സമയം, അത്ര നേരം മാത്രമേ ഈ റാഡിക്കൽസ് നിൽക്കുള്ളൂ. വളരെ ഷോർട്ട് ലിവ്ഡ് ആണ് റാഡിക്കൽസ്. ബട്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ പറഞ്ഞു അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് റീകമ്പൈൻ ചെയ്ത് നമുക്ക് കുറേ റാഡിക്കൽസ് ഉണ്ടാവും. പക്ഷേ ഈ റാഡിക്കൽസ് കുറേ സമയം ഒന്നും ഉണ്ടാവില്ല. അത് ഷോർട്ട് ലിവ്ഡ് ആണ്. ഒരു 10⁻⁵ സെക്കൻഡ്സിന് താഴെ സമയം മാത്രമേ ഈ റാഡിക്കൽസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പക്ഷെ ആ സമയം കൊണ്ട് തന്നെ ഈ റാഡിക്കൽസ് എന്ത് ചെയ്യും, മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത്രയും വരെ ക്ലിയർ ആയല്ലോ. ഇതാണ് ഇറേഡിയേഷനിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ സിമ്പിൾ ആണ്. പേര് പോലെ തന്നെ നമ്മളവിടെ എന്താ അപ്ലൈ ചെയ്യുന്നത്, റേഡിയേഷൻ അപ്ലൈ ചെയ്യും. റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നല്ല ഹൈ മോയ്സ്ചർ ഫുഡിലേക്ക് നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും, ആ ഫുഡിനകത്തുള്ള വാട്ടർ എന്താവും, വാട്ടർ അയണൈസ്ഡ് ആവും. വാട്ടർ അയണൈസ്ഡ് ആയിട്ട് എന്ത് റിലീസ് ചെയ്യും, ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, എന്നിട്ട് പോയിട്ട് ഇലക്ട്രോൺസ് ആർ എക്സ്പെൽഡ് ഫ്രം വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ദേ ബ്രേക്ക് ദ കെമിക്കൽ ബോണ്ട്. ഇലക്ട്രോൺസ് പോയിട്ട് ഈ കെമിക്കൽ ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് കളയും. അപ്പോൾ പല പ്രൊഡക്ട്സും റിലീസ് ആവുമെന്ന് നമുക്കറിയാം. അങ്ങനെ റിലീസ് ആവുന്ന പ്രൊഡക്ട്സ് പിന്നെയും പോയിട്ട് റീകമ്പൈൻ ചെയ്യും. റീകമ്പൈൻ ചെയ്തിട്ട് നമുക്ക് വേറെ കുറേ പുതിയ ആൾക്കാർ തരും. അതാണ് നമ്മളിവിടെ പറഞ്ഞ കുറേ റാഡിക്കൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതിങ്ങനെ റീകമ്പൈൻ ചെയ്തുണ്ടാവുന്ന സാധനങ്ങളാണ്. ഈ റീകമ്പൈൻ ചെയ്തുണ്ടാവുന്ന സാധനങ്ങളാണ് മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കാരണമാവുന്നത്. ഈ സാധനങ്ങൾ ഷോർട്ട് ലിവ്ഡ് ആണ്. ഒരു 10⁻⁵ സെക്കൻഡ്സിന് താഴെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സമയം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം ആലോചിക്കണം, ഈ ഒരു വാല്യൂ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഈ ഒരു ഫ്രീ റാഡിക്കൽസ് എത്ര സമയം നിലനിൽക്കും എന്ന് ചോദിച്ചാൽ ആ ഒരു വാല്യൂ അറിയെങ്കിൽ മാത്രമേ ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഇറിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്ന മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇറിഡേഷൻ വഴി റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ഫുഡിനെ എന്താക്കാൻ പറ്റുന്നത്, ഷെൽഫ് സ്റ്റേബിൾ ആക്കാൻ പറ്റുന്നതും സേഫ് ആക്കാൻ പറ്റുന്നതും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റേഡിയോളിസിസ് ആണ്. റേഡിയോളിസിസ് എന്താണെന്ന് നോക്കാം. പ്രൊഡക്ട്സ് ഓഫ് അയണൈസേഷൻ റിയാക്ട് ടു കോസ് ചേഞ്ചസ് ഇൻ ഇറേഡിയേറ്റഡ് മെറ്റീരിയൽ. അതായത് അയണൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്
എന്ത് ചെയ്യും? റിയാക്ട് ടു കോസ് ചേഞ്ചസ് ഇൻ ഇറേഡിയേറ്റഡ് മെറ്റീരിയൽ. ഇറേഡിയേറ്റഡ് മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാക്കും. അതിന് പറയുന്ന പേരാണ് റേഡിയോളിസിസ്. നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇതിന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയോളിസിസ് ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ റേഡിയോളിസിസ് തന്നെ നമ്മൾ എടുത്ത് എഴുതണം. ഒന്നുമില്ല, അയണൈസേഷൻ്റെ പ്രൊഡക്റ്റ് ഇറേഡിയേറ്റഡ് മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാക്കും. അതാണ് റേഡിയോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇറേഡിയേഷൻ. ഇറേഡിയേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇറേഡിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് റേഡിയേഷൻ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അത് സേഫ് ആണോ, നമ്മൾ ഫുഡിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫുഡ് പിന്നെ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു എന്താ പറയുക, പൂർണ്ണതയിൽ എത്താത്ത കാര്യങ്ങളാണ്. ഇപ്പോഴും അതിനൊരു കൺഫ്യൂഷൻസും ഡിബേറ്റ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും ഓരോ ഓർഗനൈസേഷൻസ് പറയുന്നുണ്ട് ഇത്ര ഡോസ് വരെ ഓക്കെയാണ്, ഇത്ര ഡോസ് വരെ നമ്മൾ യൂസ് ചെയ്താൽ സേഫായിട്ട് നമുക്ക് ഫുഡ് കൺസ്യൂം ചെയ്യാമെന്ന്. ഇപ്പം നമുക്ക് അതിനുള്ള സയൻറ്റിഫിക് പ്രൂഫും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ഇറേഡിയേഷൻ എല്ലാ കൺട്രീസിലും പെർമിറ്റഡ് അല്ല. 38 കൺട്രീസിൽ മാത്രമേ ഇറിഡിയേഷൻ ഇപ്പോഴും പെർമിറ്റഡ് ആയിട്ടുള്ളൂ. മൊത്തം 38 കൺട്രീസിൽ മാത്രമേ ഇറിഡിയേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഫുഡിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞല്ലോ ഇറിഡിയേഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയ മാതിരി ഇഷ്ടമുള്ള ഡോസിൽ അങ്ങ് യൂസ് ചെയ്യാനൊന്നും പറ്റൂല. എല്ലാ മൈക്രോബ്സും ഇല്ലാണ്ടാവട്ടെ വെച്ചിട്ട് ഒരുപാട് വലിയ ഡോസിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിനൊരു കൃത്യം കണക്കുണ്ട്. അത്രയും ഡോസ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡോസ് പറഞ്ഞിട്ടുള്ളത്, ആ ഒരു വാല്യൂ പറഞ്ഞിട്ടുള്ളത് ജെക്ഫ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. ജെക്ഫ. ഓക്കെ, ജെക്ഫ എന്ന് പറഞ്ഞാൽ ജോയിന്റ് FAO IAEA WHO എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ ഹോൾസംനെസ് ഓഫ് ഇറേഡിയേറ്റഡ് ഫുഡ്. ഈ ഒരു ഓർഗനൈസേഷനാണ് ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആ ഒരു വാല്യൂ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ആ ഒരു വാല്യൂ 10 കിലോഗ്രാം ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്. അതായത് മാക്സിമം ആവറേജ് ഡോസ് ദാറ്റ് കോസ് നോ ടോക്സിക്കോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് നോ സ്പെസിഫിക് ന്യൂട്രീഷണൽ ഓർ മൈക്രോബയോളജിക്കൽ പ്രോബ്ലംസ്. ഈ വേർഡാണ് ഇമ്പോർട്ടൻറ്റ്. മാക്സിമം ആവറേജ് ഡോസ്. മാക്സിമം ആവറേജ് ഡോസ് എത്ര വരെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ മാക്സിമം എത്ര ഡോസ് വരെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ള ആ ഒരു വാല്യൂ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാതെ പഠിച്ച് വെക്കണം. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ 10 കിലോഗ്രാം ആണ്. KGY എന്ന് പറഞ്ഞാൽ കിലോഗ്രാം ആണ്. ഗ്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഡിയേഷൻ്റെ യൂണിറ്റ് ആണ് കേട്ടോ. റേഡിയേഷൻ്റെ യൂണിറ്റ് ആണ് ഗ്രേ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആയിട്ട് സെൻറ്റിമീറ്റർ, മീറ്റർ ഒക്കെ പറയൂലേ, അതേപോലെ റേഡിയേഷൻ്റെ യൂണിറ്റ് ആണ് ഗ്രേ എന്ന് പറയുന്നത്. 10 കിലോഗ്രാം ആണ് മാക്സിമം ആവറേജ് ഡോസ് ഓഫ് റേഡിയേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ വാല്യൂ ആരാ പറഞ്ഞിട്ടുള്ളത്? ജെക്ഫയാണ് പറഞ്ഞിട്ടുള്ളത്. ജോയിന്റ് FAO IAEA WHO എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ദ ഹോൾസംനെസ് ഓഫ് ഇറേഡിയേറ്റഡ് ഫുഡ്. ഓക്കെ, ദിസ് വാസ് ദെൻ ഫോംഡ് ഇൻ ടു എ സ്റ്റാൻഡേർഡ് ബൈ കോഡസ് അലിമെന്റേറിയസ് കമ്മീഷൻ. അതായത് ജെക്ഫ പറഞ്ഞ ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഈ ഒരു വാല്യൂ പിന്നീട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ആക്കി അതിനെ മാറ്റിയത് ആരാണ്? CAC ആണ്. CAC എന്ന് പറഞ്ഞാൽ കോഡസ് അലിമെന്റേറിയസ് കമ്മീഷനാണ് ഈ ഒരു വാല്യൂവിനെ ഒരു സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് പിന്നെ മാറ്റിയത്. ഈ ഒരു വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാക്സിമം ആവറേജ് ഡോസ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് അതേപോലെ കോട്ട് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആവറേജ് ഡോസ് ദാറ്റ് കോസ് നോ ടോക്സിക്കോളജിക്കൽ ഹസാർഡ്സ് ആൻഡ് നോ സ്പെസിഫിക് ന്യൂട്രീഷണൽ ഓർ മൈക്രോബയോളജിക്കൽ പ്രോബ്ലംസ്. അതായത് നമുക്ക് മൈക്രോബയോളജിക്കൽ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. മൈക്രോബ്സ് വന്നിട്ട് നമ്മുടെ ഫുഡിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെ ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, അതായത് നമ്മൾ ആ ഒരു റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ന്യൂട്രീഷണൽ വാല്യൂവിന് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാൻ പാടില്ല. അതേപോലെ തന്നെ ടോക്സിക്കോളജിക്കൽ ഹസാർഡ്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് ആ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഫുഡിൽ സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ പാരാമീറ്റേഴ്സും സാറ്റിസ്ഫൈ ചെയ്യുന്ന മാക്സിമം ആവറേജ് ഡോസ് എത്രയാണ്, അതാണ് ജെക്ഫ പറഞ്ഞിട്ടുള്ളത്. ആ വാല്യൂ ആണ് 10 കിലോഗ്രാം എന്ന് പറയുന്നത്. ആ വാല്യൂവും അതുപോലെ തന്നെ ആ ഒരു സെൻറ്റൻസും ബോൾഡായിട്ട് കൊടുത്തേക്കുന്ന ആ ഒരു സെൻറ്റൻസും അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ എക്സാമിന് MCQയിൽ ചോദിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു വാല്യൂ കൊണ്ടുവന്നത് ജെക്ഫ ആണെങ്കിൽ പോലും പിന്നീട് അതിനൊരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയത് ആരാണ്? CAC, കോഡസ് അലിമെന്റേറിയസ് കമ്മീഷനാണ് ആ ഒരു വാല്യൂവിനെ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുന്നത്. ഓക്കെ, ഇനി ദേ റെക്കമെൻഡഡ് ആൻ ഇന്റർനാഷണൽ കോഡ് ഫോർ ദി ഓപ്പറേഷൻ ഓഫ് ഇറിഡിയേഷൻ പ്ലാന്റ്സ്. നമ്മളിപ്പം ആരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കോഡക്സ് അലിമെന്റേറിയസ് കമ്മീഷൻ്റെ കാര്യമല്ലേ?
കോഡസ് അലിമെന്ററീസ് കമ്മീഷൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദേ റെക്കമെൻഡഡ് ആൻ ഇന്റർനാഷണൽ കോഡ്. അവരൊരു ഇന്റർനാഷണൽ കോഡ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സെറ്റ് ഓഫ് റെഗുലേഷൻസ് നമുക്ക് പറയാം. അങ്ങനെ ഒരു കോഡ് അവർ തന്നിട്ടുണ്ട് നമുക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇറിഡേഷൻ പ്ലാന്റിന്റെ ഓപ്പറേഷന് വേണ്ടി. അതായത് നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന പ്ലാന്റ് ഉണ്ടല്ലോ, ആ ഒരു പ്ലാന്റ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്ന ഒരു സെറ്റ് ഓഫ് റെഗുലേഷൻസും ഈ CAC നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു ഇറിഡേഷൻ പ്ലാന്റിന്റെ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ ആ ഒരു കോഡ്, ഒരു ഇന്റർനാഷണൽ കോഡ്, അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? CAC, കോഡസ് അലിമെന്റാരിയസ് കമ്മീഷൻ. ഓക്കെ, ഇനി നമ്മളിപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞില്ലേ. ഇനി അങ്ങനെയല്ല എക്സാമിന് ചോദിക്കുന്നതെന്ന് വെച്ചോ, നമുക്കിങ്ങനെയാണ് ചോദിക്കുന്നത്. ഒന്നെങ്കിൽ മാക്സിമം റെക്കമെൻഡഡ് ഡോസ് അല്ലെങ്കിൽ ആവറേജ് ഡോസ്. നമ്മുടെ എക്സാം എന്ന് പറയുന്നത് MCQ ആണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ഉള്ളത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദിക്കുകയാണ് മാക്സിമം റെക്കമെൻഡഡ് ഡോസ് ഫോർ ഇറേഡിയേഷൻ എന്ന് ചോദിച്ചാൽ എത്ര എഴുതും വാല്യൂ? 15 കിലോഗ്രാം എഴുതണം. അതേപോലെ ആവറേജ് ഡോസ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഓപ്ഷൻ, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്യാം. 10 കിലോഗ്രാമിനേക്കാളും എക്സീഡ് ചെയ്യാൻ പാടില്ല, കൂടാൻ പാടില്ല. മാക്സിമം റെക്കമെൻഡഡ് ഡോസ് എന്ന് ചോദിച്ചാൽ 15 കിലോഗ്രാം, ആവറേജ് ഡോസ് എന്ന് ചോദിച്ചാൽ 10 കിലോഗ്രാമിനേക്കാളും കൂടാൻ പാടില്ല. ഈ ഒരു വാല്യൂസ് പറഞ്ഞിട്ടുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1977, 1981, 1994. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പറഞ്ഞു തന്നിട്ടുള്ള 2 വാല്യൂസ് ആണ് ഇത് രണ്ടും. ഓക്കെ, ഇതും നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കാം. ഈ ബോൾഡായിട്ട് എഴുതിയേക്കുന്ന സെൻറ്റൻസും പഠിക്കണം, ആ വാല്യൂസും നമ്മൾ അതുപോലെ തന്നെ പഠിച്ചു വെക്കണം. ഈ ബോക്സിൽ നമ്മൾ പഠിക്കുന്നത് ഓരോ പ്രോസസ്സും ആ പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഡോസുമാണ്. നമ്മൾ എല്ലാ പ്രോസസ്സിനും ഒരേ റേഡിയേഷൻ വാല്യൂസ് അല്ല അപ്ലൈ ചെയ്യുന്നത്. കാരണം വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഡിഫറെൻറ്റ് പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വ്യത്യാസമാണ്. അതേപോലെ തന്നെ നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരേ റേഡിയേഷൻ വാല്യൂസ് എല്ലാ ഫുഡിനും അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഓരോ ഫുഡിനും ഓരോ പ്രോസസ്സിനും നമുക്ക് റേഡിയേഷൻ വാല്യൂസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ടാബുലർ കോളമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ആപ്ലിക്കേഷനാണ്, അതായത് ഏത് പ്രോസസ്സാണ്, ഏത് പ്രൊഡക്റ്റ്, നമ്മൾ എന്ത് പ്രോസസ്സാണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഡോസ് റേഞ്ച് ആണ്. ആ ഒരു പ്രോസസ്സിന് എത്ര ഡോസ് ഓഫ് റേഡിയേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എത്ര റേഞ്ചിലാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് തേർഡ് കോളം പറയുന്നത് ഏതൊക്കെ ടൈപ്പ് ഫുഡിലാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഈ ഫസ്റ്റ് 2 കോളം നമ്മൾ പഠിച്ചിരിക്കണം. കാരണം FSO 2021 എക്സാമിൽ ഡയറക്റ്റ് നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് വാല്യൂസ് പഠിച്ചു വെച്ചാൽ മാർക്ക് കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് എന്തായാലും ഉറപ്പായിട്ടും ഈ കോളവും നമ്മളെല്ലാവരും പഠിക്കണം. പിന്നെ തേർഡ് കോളവും പറ്റുമെങ്കിൽ അതും പഠിക്കണം. ഈ ഒരു വാല്യൂസ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അത് നമ്മൾ കോളം ആക്കി വെച്ച് പിന്നെ ഓർത്ത് മനപ്പാടാക്കി നമ്മൾ കൃത്യമായിട്ട് വാല്യൂസ് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സ് എന്താണെന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂസ് എന്താണെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്റ്റെറിലൈസേഷൻ? സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് ടെമ്പറേച്ചർ കൊടുത്തിട്ട് ഒരു ഫുഡിനകത്തുള്ള എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും, പാത്തജൻസ് ആയിക്കോട്ടെ, സ്പോയിലേജ് ഓർഗാനിസംസ് ആയിക്കോട്ടെ, എല്ലാ മൈക്രോ ഓർഗാനിസംസിനെയും ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റെറിലൈസേഷനിൽ തന്നെ നമ്മളിവിടെ 2 കേസസ് പറയുന്നുണ്ട്. ഒന്ന് ഹെർബ് ആൻഡ് സ്പൈസസ്. ഹെർബ്സിനും സ്പൈസസിനും സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ എത്ര ഡോസ് ആണെന്നുള്ളത് പറയുന്നുണ്ട്. അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ളൊരു വാല്യൂ ആണ് 7 to 10. 10 മാക്സിമം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10 ആവറേജ് ഡോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 10 തന്നെ ഫിക്സ് ചെയ്യാം. 7 to 10 ഹെർബിനും സ്പൈസിനും നമ്മൾ കൊടുക്കുന്ന സ്റ്റെറിലൈസേഷൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിന് വേണ്ടി ഹെർബിനും സ്പൈസിനും നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ ഡോസ് എന്ന് പറഞ്ഞാൽ 7 മുതൽ 10 വരെ ആണ്. ഓക്കെ, 7 to 10 കിലോഗ്രാം. ഇനി അടുത്തത് ലോങ് ടേം ആംബിയൻ സ്റ്റോറേജ് ഓഫ് മീറ്റ്. അതായത് മീറ്റിൻ്റെ ലോങ് ടേം ആംബിയൻ സ്റ്റോറേജ് ആണ്. പക്ഷേ അവിടുത്തെ വാല്യൂ കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആവറേജ് ഡോസ് അല്ലെങ്കിൽ മാക്സിമം ഡോസിനേക്കാളും വലിയ വാല്യൂ ആണ്. 50 അവിടെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു മെത്തേഡായിട്ട് കൺസിഡർ ചെയ്യേണ്ട. എന്നാലും ലോങ് ടൈം ആംബിയൻ സ്റ്റോറേജിന് വേണ്ടി നമുക്ക് പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ആണ്, 50 കിലോഗ്രാം ആണ്. ഓക്കെ, എഴുതിയിട്ടുണ്ട് ഔട്ട്സൈഡ് പെർമിറ്റഡ് ഡോസ്. നമ്മുടെ ആ ഒരു പെർമിറ്റഡ് ഡോസിന് പുറത്തു പോകുന്ന ഒരു വാല്യൂ ആണ്. എന്നാൽ പോലും ലോങ് ടേം ആംബിയൻ സ്റ്റോറേജ് ചോദിച്ചാൽ 50 കിലോഗ്രാം ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കുക. ഓക്കെ,
അപ്പോൾ സ്റ്റെറിലൈസേഷൻ രണ്ടും കഴിഞ്ഞു. ഒന്ന് 7 to 10, ഒന്ന് 50. അത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് എളുപ്പമല്ലേ? 7 to 10, പിന്നെ അതുപോലെ തന്നെ 50. ഇനി അടുത്തത് സ്റ്റെറിലൈസേഷൻ ഓഫ് പാക്കേജിങ് മെറ്റീരിയൽസ്. പാക്കേജിങ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം, നമ്മൾ എന്തായാലും കൺസ്യൂം ചെയ്യുന്ന സാധനമൊന്നും അല്ല. നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. നമ്മൾ കഴിക്കൂല, പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ ഉപയോഗം. പാക്ക് ചെയ്തിട്ട് നമ്മൾ അതിനെ എടുത്ത് കളയുക ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഡിയേഷൻ്റെ ഡോസ് എന്ന് പറയുന്നത് എന്തായാലും പെർമിറ്റഡ് റേഞ്ചിനുള്ളിൽ വരണം എന്നൊന്നുമില്ലല്ലോ, കാരണം നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 to 25. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം 25 വരെയൊക്കെ പോകാമെന്ന് പറയുമ്പം പെർമിറ്റഡ് ഡോസിനുള്ളിൽ വരുന്ന വാല്യൂ അല്ല, പുറത്തുപോയി, പെർമിറ്റഡ് ഡോസിന് പുറത്തുപോയി. പക്ഷേ പാക്കേജിങ് മെറ്റീരിയൽ ആയതുകൊണ്ട് അത് പ്രശ്നമില്ല. 10 to 25 അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് അതിനൊരു എക്സാമ്പിളാണ് വൈൻ കോർക്ക് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന സാധനമല്ലല്ലോ, സോ പെർമിറ്റഡ് ഡോസിന് പുറത്ത് പോവാം. അങ്ങനെ തന്നെ ആലോചിച്ച് വെച്ച് പഠിച്ചാൽ മതി. 10 to 25 അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ആവറേജ് 10, ആ 10 തുടങ്ങാം, 10 to 25. ഇനി അടുത്തത് പാത്തജൻ ഡിസ്ട്രക്ഷൻ ആണ്. അതായത് പാത്തജൻസ് എന്താണ്? നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന, ഡിസീസ് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് പാത്തജൻസ്. ആ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള റേഡിയേഷൻ ഡോസ് എത്രയാണ്? 2.5 to 10 ആണ്. 2.5 to 10 ആണ്. ഇവിടെ നമ്മൾ എത്ര പറഞ്ഞത്? 10 to 25. നമുക്ക് അതിൽ നിന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ 10 to 25 നേരെ അങ്ങ് തിരിച്ചിടാം. അപ്പോൾ എന്ത് പറ്റും? 25 to 10 ആവും. 25 to 10 എന്ന് പറയുന്ന സാധനം എന്തായാലും പോസിബിൾ അല്ലല്ലോ. 25 വലിയ വാല്യൂ, 10 ചെറിയ വാല്യൂ ആണ്. അത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിനകത്താണ് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പെർമിറ്റഡ് ഡോസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. 25 എന്ന് പറയുന്ന വാല്യൂ പോസിബിൾ അല്ല. അപ്പം അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2.5 to 10 ആയി. ജസ്റ്റ് ഈ വാല്യൂ മാത്രം കാണാൻ പഠിക്കുക. അടുത്തത് വരുന്നത് അത് തിരിച്ചിട്ട് കൊടുക്കാം, എന്നിട്ട് ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ 2.5 to 10 ആയി. നമ്മളത് പഠിക്കാണ്ട് പഠിച്ചില്ലേ? ഇനി അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എവിടേക്കാണ്? സ്പൈസസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഫ്രോസൺ പൗഡറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, മീറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ശ്രിംസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസിനകത്ത് നമ്മൾ പാത്തജൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഡോസാണ് 2.5 മുതൽ 10 വരെ. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? കൺട്രോൾ ഓഫ് മൗൾഡ്. മൗൾഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഡോസ്. മൗൾഡിനെ കൺട്രോൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ എക്സ്റ്റെൻഡഡ് സ്റ്റോറേജ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. ഫ്രഷ് ഫ്രൂട്ട്സിന് നമുക്ക് കുറച്ചധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മൗൾഡിനെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ മൗൾഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോസ് എന്ന് പറഞ്ഞാൽ 2 to 5 ആണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് നമുക്ക് നേരത്തെ ഒരു 2.5 നമ്മൾ നിർത്തിയത്. അപ്പോൾ ആ 2.5 ഇങ്ങോട്ട് എടുത്തിട്ട് ആ കുത്തു മാറ്റി ഹൈഫൻ ഇട്ട് കൊടുത്താൽ എന്തായിട്ട് മാറും? 2 to 5 ആവും. അങ്ങനെ കണക്ട് ചെയ്ത് വാല്യൂസ് വന്നാൽ മതി. ഇപ്പോൾ ആദ്യം 7 to 10 നമുക്ക് കുഴപ്പമില്ല, പഠിക്കാം. പിന്നെ ഇവിടെ ആംബിയൻ സ്റ്റോറേജ് ആണ്, ഔട്ട്സൈഡ് പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് 50 ആണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ അടുത്തത് ഈ ഒരു വാല്യൂ നമ്മൾ കാണാതെ പഠിക്കണം, 10 to 25. അതിൽ നിന്ന് നമ്മൾ അടുത്തത് ഉണ്ടാക്കും. 25 to 10 തിരിച്ചിടും, ഇവിടെ ഒരു കുത്തിട്ട് കൊടുക്കും. അപ്പോൾ 2.5 to 10 ആയിട്ട് മാറും. പിന്നെ ഇനി അടുത്തതിൽ വരുമ്പം ഈ 2.5 മാത്രം ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ആ കുത്തിന് പകരം ഒരു ഹൈഫൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 to 5 കിട്ടും. അങ്ങനെ നമുക്ക് ഈ കൺട്രോൾ ഓഫ് മൗൾഡ് സുഖമായിട്ട് പഠിക്കാം. കൺട്രോൾ ഓഫ് മൗൾഡ് നമ്മൾ ചെയ്യുന്നത് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ കേസിലാണ്, ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ റേഡിയേഷൻ ഡോസ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 5 വരെയാണ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്റ്റൻഷൻ ഓഫ് ചിൽ ലൈഫ് ഫ്രം 5 days to 1 month. സോഫ്റ്റ് ഫ്രൂട്ട്സ്, ഫ്രഷ് ഫിഷ് ആൻഡ് മീറ്റ് അറ്റ് 0 to 4 degrees Celsius. അതായത് നമ്മുടെ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും പിന്നെ ഫിഷും അതുപോലെ തന്നെ മീറ്റും ഒക്കെ നമ്മളൊരു 0 to 4 degrees Celsius ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, ഒരു ചിൽഡ് ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഷെൽഫ് ലൈഫിനെ നമുക്ക് 5 ദിവസത്തിൽ നിന്നും 1 മാസത്തിലേക്ക് കൂട്ടണം. നമുക്കറിയാം എന്തായാലും നമ്മൾ ഫ്രോസൺ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടും, കുറച്ചധികം നാൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആ സ്റ്റോറേജ് ലൈഫിനെയാണ് നമ്മളിവിടെ കൂട്ടുന്നത്. 5 ദിവസത്തിൽ നിന്നും നമ്മളതിനെ 1 മാസമായിട്ട് കൂട്ടും. അങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് പ്രോസസ്സ് അപ്ലൈ ചെയ്യാം? നമ്മുടെ റേഡിയേഷൻ അപ്ലൈ ചെയ്യാം. അങ്ങനെ റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഡോസാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആ ഡോസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, തൊട്ട് മുന്നേ പഠിച്ച വാല്യൂ സെയിം അങ്ങ് എഴുതിയാൽ മതി. അവിടെ 2 to 5 അല്ലായിരുന്നോ? ഇവിടെ നമ്മൾ 2 to 5 സെയിം എഴുതിയാൽ ആ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇനാക്ടിവേഷൻ ഓർ കൺട്രോൾ ഓഫ് പാരസൈറ്റ്സ്. പോർക്കിനകത്ത് പാരസൈറ്റ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇറേഡിയേഷൻ ഡോസാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ആ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. 0.1 to 6 ആണ് ആ വാല്യൂ എന്ന് പറയുന്നത്.
0.1 to 6. ഓക്കെ, 0.1 to 6 റേഡിയേഷൻ കൊടുത്തിട്ടാണ് പോർക്കിനകത്ത് നമ്മൾ പാരസൈറ്റ്സിനെ ഇനാക്ടിവേറ്റ് ചെയ്ത് കളയുന്നത്. പോർക്കിനകത്തൊക്കെ വരുന്ന പാരസൈറ്റിന് ഒരു എക്സാമ്പിളാണ് ട്രൈക്കിനെല്ല എന്ന് പറയുന്നത്. ആ ഒരു പാരസൈറ്റിനെയൊക്കെ ഇനാക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി 0.1 to 6 റേഡിയേഷൻ ഡോസ് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അടുത്ത ഇനി നമുക്ക് 2 പ്രോസസ്സും കൂടി ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ഡിസിൻഫെക്ഷനും ഉണ്ട്, പിന്നെ ഒന്ന് ഇൻഹിബിഷനോ സ്പ്രൗട്ടിങ്ങും ഉണ്ട്. ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല, ഡിസിൻഫെക്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ട് ഏതൊക്കെ സാധനങ്ങളെയാണ്? ഫ്രൂട്ട്, ഗ്രെയിൻസ്, ഫ്ലോറ്, കൊക്കോ ബീൻസ്, ഡ്രൈ ഫുഡ്, ഇതിനെയൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാം. മൈക്രോബ്സിനെ ഇല്ലാണ്ടാക്കുക, റിമൂവ് ചെയ്യാം, ഡിസിൻഫെക്റ്റ് ചെയ്ത് കളയാം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 0.1 to 2 ആണ്. 0.1 to 2 ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതും സുഖമായിട്ട് പഠിക്കാം. കാരണം ഇവിടെ എത്രയാ? 0.1 to 2 ആണ്. അടുത്തതിൽ വരുമ്പോൾ 0.1 to 2 എന്നുള്ളത് 0.2 ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരെണ്ണം പഠിച്ച് ഇത് രണ്ടും പഠിച്ചതിന് തുല്യമാണ്. 0.1 to 2 0.1 to 0.2. 0.1 to 2 എവിടെയാണ്? ഡിസിൻഫെക്ഷൻ. 0.1 to 0.2 എവിടെയാണ്? ഇൻഹിബിഷൻ ഓഫ് സ്പ്രൗട്ടിങ്. സ്പ്രൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടറ്റോ, ഗാർലിക്, ഓണിയൻസ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനങ്ങൾ സ്പ്രൗട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഞ്ചാണ് 0.1 to 0.2 എന്ന് പറയുന്നത്. സോ ഇത് പഠിച്ചാൽ നമുക്കിതും പഠിക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ ടാബ്ലർ കോളം ഫുള്ള് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് സ്റ്റെറിലൈസേഷനെ പറ്റിയാണ്. സ്റ്റെറിലൈസേഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടായിട്ട് നമ്മൾ പഠിച്ചത്. ഒന്ന് ഹെർബിനും സ്പൈസിനും. ഹെർബ് സ്പൈസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതല്ലേ, അപ്പം എന്തായാലും പെർമിറ്റഡ് ഡോസിന് അപ്പുറം പോകില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 7 to 10 ആണ്. 10 എന്ന് പറയുന്ന വാല്യൂവിനുള്ളിലേ ഉള്ളൂ. 7 to 10 ആണ്. അത് നമുക്ക് ഓർത്ത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തത് ലോങ് ടേം ആംബിയൻ സ്റ്റോറേജ് ഓഫ് മീറ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഒരു ഹയർ ഡോസിലേക്ക് പോകുന്ന ഒരു വാല്യൂ തന്നെയാണ്. നമ്മളങ്ങനെ കോമൺലി പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ വാല്യൂ അപ് ടു 50 വരെ പോകുന്ന ഒരു വാല്യൂ ആണ് ലോങ് ടേം ആംബിയൻ സ്റ്റോറേജ് ഓഫ് മീറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് നമ്മൾ ഏതാ പഠിച്ചത്? സ്റ്റെറിലൈസേഷൻ ഓഫ് പാക്കേജിങ് മെറ്റീരിയൽസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാക്കേജിങ് മെറ്റീരിയൽസ് ആണ്, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പെർമിറ്റഡ് ഡോസിന് അപ്പുറം വാല്യൂ പോവും. പാക്കേജിങ് മെറ്റീരിയൽ ആണ്, നമ്മൾ എന്തായാലും കഴിക്കുന്നില്ല, നമ്മുടെ ബോഡിക്ക് ദോഷം ഉണ്ടാവുന്നില്ല. അപ്പോൾ അവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ ഒരു വാല്യൂ നമ്മൾ കാണാതെ പഠിച്ച് വെക്കണം. 10 to 25 ആണ്. അതിനൊരു എക്സാമ്പിളാണ് വൈൻ കോർക്ക് നമ്മൾ പഠിച്ചത് അല്ലേ. പിന്നെ അടുത്തത് ഡിസ്ട്രക്ഷൻ ഓഫ് പാത്തോജൻസ് ഇൻ സ്പൈസ്, ഫ്രോസൺ പൗൾട്രി, മീറ്റ്, ശ്രിംപ്. അപ്പം നമുക്കറിയാം ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും പെർമിറ്റഡ് ഡോസിനുള്ളിലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എത്രയായിരുന്നു? 10 to 25. ഇത് പഠിക്കാനുള്ള ട്രിക്ക് എന്തായിരുന്നു? ഇത് നേരെ തിരിച്ചിടാം. അപ്പോൾ 25 to 10 ആവും. എന്തായാലും അത്രയും ഹയർ വാല്യൂ പോകില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു കുത്തിട്ട് കൊടുത്തു. അപ്പോൾ 2.5 to 10 ആയി. ഇനി അടുത്തത് കൺട്രോൾ ഓഫ് മൗൾഡ് ആണ്. കൺട്രോൾ ഓഫ് മൗൾഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റോറേജ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്. ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ സ്റ്റോറേജ് പീരീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ എത്രയാണ്? അതിനും ഒരു ട്രിക്ക് ഉണ്ടായിരുന്നു. ഈ 2.5 എടുത്തിട്ട് ആ കുത്തു മാറ്റി ഹൈഫൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 to 5 ആയി. സെയിം തിങ് ആണ് അടുത്ത വാല്യൂവിന് വേണ്ടി നമ്മൾ ചെയ്തത്. 2 to 5 തന്നെയാണ്. അവിടെ എന്താണ്? എക്സ്റ്റൻഷൻ ഓഫ് ചിൽ ലൈഫ് ഫ്രം 5 days to 1 month. അതായത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സിനെയും ഫിഷിനെയും മീറ്റിനെയൊക്കെ ഫ്രോസൺ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത്, ചിൽഡ് സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ദിവസത്തിൽ നിന്നും എത്ര ദിവസം ആക്കണം? 5 ദിവസത്തിൽ നിന്നും 1 മാസം ആക്കണം ഷെൽഫ് ലൈഫ്. അപ്പോൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന റേഡിയേഷൻ ഡോസ് ആണ് 2 to 5. നമ്മൾ ഓൾറെഡി പറഞ്ഞ ആ സെയിം വാല്യൂ 2 to 5 ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് ഇനാക്ടിവേഷൻ ഓർ കൺട്രോൾ ഓഫ് പാരസൈറ്റ്സ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസിൻഫെക്ഷനും ഇൻഹിബിഷൻ ഓഫ് സ്പ്രൗട്ടിങ്ങും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനാക്ടിവേഷൻ ഓർ കൺട്രോൾ ഓഫ് പാരസൈറ്റ്സ് എത്രയാണ്? 0.1 to 6 ആണ്. ആ ഒരു വാല്യൂ നമ്മൾ ട്രിക്കൊന്നുമില്ല, കാണാൻ പഠിക്കുക. അത് പോർക്കിലാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് 2 നമ്മൾ ഒന്നിച്ചായിരുന്നു പഠിച്ചത്. 0.1 to 2 0.1 to 0.2 എന്തൊക്കെയായിരുന്നു? ഡിസിൻഫെക്ഷനും സ്പ്രൗട്ടിങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ച കാര്യങ്ങൾ. ഈ ഒരു ടാബ്ലർ കോളം ഇതുപോലെ തന്നെ വാല്യൂസ് മനപ്പാടാക്കി നമ്മൾ പഠിച്ചു വെക്കണം. വാല്യൂസ് തെറ്റിക്കാൻ പാടില്ല. എന്തായാലും ഈ പോർഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. 2021 ഡയറക്റ്റായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ പോർഷനിൽ നിന്ന് കിട്ടിയതാണ്. സോ ഇനിയും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ടോപ്പിക്കാണ്? ഇറേഡിയേഷൻ ആണ്. അതായത് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ കുറേ ഡോസ് റേഞ്ചും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ചധികം പോയിന്റ്സ് എന്താ നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഫാറ്റ് സോൾബിൾ കമ്പണൻസ്
ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആർ ലോസ് ഡ്യൂറിങ് ഇറേഡിയേഷൻ. അതായത് ഇറേഡിയേഷൻ്റെ ഒരു നെഗറ്റീവാണ്, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ ഇറേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്? ഫാറ്റ് സോലബിൾ കമ്പോണൻസ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. ഒന്ന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സും, രണ്ട് ഫാറ്റിൽ സോലബിൾ ആയിട്ടുള്ള കമ്പോണൻസും. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ നിന്നും ഇറേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് തന്നെ പഠിച്ചു വെക്കാം, ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത്, സം ഫുഡ്സ് ഫോർ എക്സാമ്പിൾ ഡയറി പ്രൊഡക്ട്സ് ആർ അൺസ്യൂട്ടബിൾ ഫോർ ഇറേഡിയേഷൻ ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് റാൻസിഡ് ഓഫ് ഫ്ലേവേഴ്സ്. അതായത് നമ്മൾ ഈ ഡയറി പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, മിൽക്കിൽ നിന്നും ഉണ്ടാക്കുന്ന പാൽ ഉൽപ്പന്നങ്ങൾ, ഇത് നമ്മൾ അധികം ഇറേഡിയേഷൻ ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ അത്രയും കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം അത് ഭയങ്കര സെൻസിറ്റീവാണ്. എന്തിന്? റാൻസിഡ് ഓഫ് ഫ്ലേവേഴ്സ് ഡെവലപ്പ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഡയറി പ്രൊഡക്ട്സിനകത്ത് റാൻസിഡ് ഓഫ് ഫ്ലേവേഴ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വെൻ കമ്പയർഡ് ടു അതർ പ്രൊഡക്ട്സ്. അതുകൊണ്ട് തന്നെ ഡയറി പ്രൊഡക്റ്റിൽ നമ്മൾ ഈ ഒരു ഇറേഡിയേഷൻ ചെയ്യുന്നത് വളരെ കുറവാണ്. ചെയ്യാറുണ്ട്, മിൽക്കിനൊക്കെ ചെയ്യാറുണ്ട്, എന്നാൽ പോലും ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം റാൻസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ്. മനസ്സിലായോ? ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആക്സിലറേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് റാൻസിഡിറ്റി. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു, ചില പ്രൊഡക്റ്റിൽ, ഫോർ എക്സാമ്പിൾ ഡയറി പ്രൊഡക്റ്റ് പോലുള്ള പ്രൊഡക്ട്സിനകത്ത് നമ്മൾ ഇറേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റാൻസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓക്സിഡേഷൻ പ്രോസസ്സാണ്. ഓക്സിജൻ ആക്സിലറേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. റാൻസിഡിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓഫ് ഫ്ലേവർ, അതായത് നമുക്ക് വേണ്ടാത്തൊരു ഫ്ലേവറും അരോമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ആ ഒരു ഫുഡ് പിന്നെ നമുക്ക് കഴിക്കാൻ ഡിസൈറബിൾ ആയിട്ട് തോന്നൂല. അപ്പോൾ അതാണ് റാൻസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പല ഫുഡ് പ്രൊഡക്റ്റും ലൈക്ക് ഡയറി പ്രൊഡക്റ്റിൽ ഇറേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു റാൻസിഡ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ഒന്നും കൂടി ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഓക്സിജന് പറ്റും. അതായത് ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റാൻസിഡിറ്റി ഒന്നും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റിനെ ഇറേഡിയേഷൻ ചെയ്യുവാണ്, റേഡിയേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചില പ്രൊഡക്റ്റിൽ റാൻസിഡിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഓക്സിജൻ ഉള്ളൊരു എൻവയോൺമെൻറ്റും കൂടി ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ റാൻസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂട്ടും. അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ഫുഡ് കുറച്ചും കൂടെ സക്സെപ്റ്റബിൾ ആവും, റാൻസിഡ് ആവാനുള്ള ചാൻസ് അവിടെ കൂടുതലല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ അങ്ങ് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഓക്സിജൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. മീറ്റിലാണ് നമ്മളത് ചെയ്യുന്നത്. മീറ്റിനെ റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത്, മീറ്റിൽ നമ്മൾ ഇറേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം മീറ്റിനെ എന്ത് ചെയ്യുമെന്നറിയോ? വാക്വം പാക്കേജിങ് ചെയ്യും. നമ്മൾ മീറ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? വാക്വം പാക്കിനകത്ത് പാക്ക് ചെയ്യും. എന്താണ് വാക്വം പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ? വാക്വം പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഒരു വാക്വം കണ്ടീഷൻ ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊരു പാക്കേജിനകത്തുള്ള ഓക്സിജൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത്, അല്ലെങ്കിൽ എയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത്, എയർ ഫുള്ള് റിമൂവ് ചെയ്യുമ്പോൾ ഒബിയസ്ലി ഓക്സിജനും ഫുള്ള് റിമൂവ് ആവുമല്ലോ. അപ്പോൾ എയർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ട് പാക്ക് ചെയ്യുന്ന ടെക്നിക്കാണ് വാക്വം പാക്കേജിംഗ് എന്ന് പറയുക. അപ്പോൾ അവിടെ പിന്നെ എയർ ഇല്ല. അപ്പോൾ ഈ ഒരു പാക്കേജിനകത്ത് എന്ത് മാത്രമേ ഉള്ളൂ? മീറ്റ് മാത്രമേ ഉള്ളൂ. നമ്മുടെ എയർ അല്ലെങ്കിൽ ഓക്സിജൻ ആ ഒരു പാക്കേജിനകത്തില്ല. അങ്ങനെയുള്ള പാക്കേജിങ്ങിനെയാണ് വാക്വം പാക്കേജിംഗ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ വാക്വം പാക്കേജിനകത്ത് വെച്ചിട്ടാണ് ഇറിഡേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്സിജൻ അവിടെ കോണ്ടാക്റ്റിൽ വരുമോ? ഓക്സിജൻ കോണ്ടാക്റ്റിൽ വരൂല. അങ്ങനെ ആകുമ്പോൾ എന്ത് പറ്റും? റാൻസിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കുറയുമല്ലേ. അപ്പോൾ ഈ റാൻസിഡിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റൊക്കെ ഇറിഡേറ്റ് ചെയ്യുന്ന സമയത്ത് വാക്വം പാക്കേജിലാക്കിയിട്ട് ചെയ്യാറുണ്ട്. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. Therefore, meat is irradiated in vacuum pack. അപ്പം നമ്മളിവിടെ പഠിച്ചത് ഒന്നുമില്ല, നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള 2 എക്സ്ട്രാ പോയിന്റ്സും കൂടിയാണ് പഠിച്ചത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ പഠിച്ചത്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഫാറ്റ് സോലബിൾ കമ്പോണൻസും അതേപോലെ തന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഒക്കെ നമ്മൾ ഇറിഡേറ്റ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മുടെ ഇറിഡേഷൻ്റെ ഒരു എന്താണ്? ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് അതും ഒരു ഇറിഡേഷൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ സെക്കൻഡ് പോയിന്റും പറഞ്ഞത്, ഇറിഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡ് പ്രൊഡക്ട്സിന്, ചില ഫുഡ് പ്രൊഡക്ട്സിന്, ഫോർ എക്സാമ്പിൾ ഡയറി ഫുഡ് പ്രൊഡക്റ്റിനൊക്കെ എന്ത് പറ്റാനുള്ള ചാൻസ് ഉണ്ട്? റാൻസിഡിറ്റി പറ്റാനുള്ള ചാൻസ് ഉണ്ട്. റാൻസിഡിറ്റി പറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം ഓഫ് ഫ്ലേവർ ഡെവലപ്പ് ആവും. ആ ഫുഡ് പിന്നെ നമുക്ക് അത്രയും അക്സെപ്റ്റബിൾ ആയിരിക്കില്ല. സോ നമുക്കത് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീറ്റിൻ്റെ ഒക്കെ കേസിൽ എന്ത് ചെയ്യും?
ഈ മീറ്റിനെ നമ്മൾ ആദ്യം വാക്വം പാക്കിലാക്കും. വാക്വം പാക്കിലാക്കിയിട്ട് പിന്നെ ഇറേഡിയേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും? ഓക്സിജൻ മീറ്റുമായിട്ട് കോൺടാക്റ്റിൽ വരുമോ? വരൂല. അങ്ങനെ കോൺടാക്റ്റിൽ വരാതിരിക്കുമ്പോൾ എന്ത് പറ്റും? നമുക്ക് എന്ത് പറ്റും? റാൻസിഡിറ്റിനെ ഒഴിവാക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റാൻസിഡിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഓർഡറാണ് പഠിക്കാൻ പോകുന്നത്. ദ ഓർഡർ ഓഫ് സെൻസിറ്റിവിറ്റി ഓഫ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ബൈ ഇറേഡിയേഷൻ. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ സെയിം സെൻറ്റൻസ് തന്നെയാണ്, പക്ഷേ വാട്ടർ സോലുബിൾ മാറ്റി ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് വൈറ്റമിൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വാട്ടർ സോലുബിളും ഒന്ന് ഫാറ്റ് സോലുബിളും. ആ പേര് പോലെ തന്നെയാണ്. വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്, ഫാറ്റിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. അങ്ങനെ നമുക്ക് വൈറ്റമിൻസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നതൊക്കെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനെ കുറിച്ചായിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നതൊക്കെ ആരെക്കുറിച്ചായിരിക്കും? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനെ കുറിച്ചായിരിക്കും. ഫുഡിലേക്ക് നമ്മൾ ഇറിഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഫുഡിലേക്ക് റേഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് അതിനകത്തുള്ള വാട്ടർ സോലുബിൾ വൈറ്റമിൻസിന് ഇപ്പം എങ്ങനെ പോയാലും നമ്മൾ ഏതൊരു പ്രോസസ്സിങ് ടെക്നിക്ക് ചെയ്താലും നമുക്കറിയാം കുറച്ചൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് ഒക്കെ ഫുഡിൽ നിന്ന് ലോസായി പോവും. ഇപ്പോൾ ഏതൊരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും വേറെ ഏതൊരു പ്രോസസ്സ് ആണെങ്കിലും ഒരു പരിധി വരെ കുറച്ചൊക്കെ നമുക്ക് ന്യൂട്രിയൻസും മറ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള കമ്പണൻസും ഒക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്തും വൈറ്റമിൻസും മറ്റ് ചെറിയ ചെറിയ ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ഫുഡിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ടർ സോലുബിൾ വൈറ്റമിൻസും നമ്മുടെ ഫുഡിൽ നിന്ന് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഏത് വാട്ടർ സോലുബിൾ വൈറ്റമിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത്, ഏതാണ് ഏറ്റവും കുറവ് നഷ്ടപ്പെടുന്നത്, ആ ഒരു റേഞ്ചാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ആദ്യം തൈമിനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? തൈമിൻ എന്ന് പറയുന്ന വാട്ടർ സോലുബിൾ വൈറ്റമിനാണ് നമ്മൾ ഫുഡിനെ ഇറേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും സാധ്യതയുള്ള വൈറ്റമിൻ. ഓക്കെ, തൈമിനാണ്. തൈമിൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ്? അസ്കോർബിക് ആസിഡ്. തൈമിൻ്റെ അത്രയും നഷ്ടപ്പെടില്ല, എന്നാലും ഒരു പരിധി വരെ അസ്കോർബിക് ആസിഡും നമ്മുടെ ഫുഡിൽ നിന്ന് പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്ന തൈമിനാണ്, പിന്നെ അസ്കോർബിക് ആസിഡാണ്. പിന്നെ വരുന്നത് പൈറഡോക്സിനാണ് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നത്. അസ്കോർബിക് ആസിഡിൻ്റെ അത്രയും പോകില്ല, എന്നാലും പോകും. പിന്നെ വരുന്നത് റൈബോഫ്ലേവിനാണ്. ഓക്കെ, പിന്നെ വരുന്ന ഫോളിക് ആസിഡാണ്, പിന്നെ വരുന്ന കൊബാലമീനാണ്, പിന്നെ വരുന്ന നിക്കോട്ടിനിക് ആസിഡാണ്. ഓക്കെ, അതായത് TAPRFCN ഈ ഒരു ഓർഡറിലാണ് നമുക്ക് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഇറിഡേഷൻ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്നത്. ടാപ്പ് RFCN, അതിൽ T ഫോർ തൈമിനാണ്, A ഫോർ അസ്കോർബിക് ആസിഡ്, P ഫോർ പൈറഡോക്സിൻ, R ഫോർ റൈബോഫ്ലേവിൻ, F ഫോർ ഫോളിക് ആസിഡ്, C ഫോർ കൊബാലമീൻ ആൻഡ് N ഫോർ നിക്കോട്ടിനിക് ആസിഡ്. ഈ ഒരു റേഞ്ചിലാണ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഇറിഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി അടുത്ത ഏതാ? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ച് ഉണ്ട്. നമുക്ക് നോക്കാം. ആദ്യം വൈറ്റമിൻ ഇ, പിന്നെ കരോട്ടിൻ, പിന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ കെ ആൻഡ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഇ, കരോട്ടിൻ, വൈറ്റമിൻ എ, കെ ആൻഡ് ഡി. ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ എന്ത് നഷ്ടപ്പെട്ടു പോകുന്നത്? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് നമ്മുടെ ഫുഡിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് വെൻ ഫുഡ് ഈസ് ഇറേഡിയേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആരാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു ഓർഡറൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് 1994. ഓക്കെ, വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ആ ഒരു ഓർഡർ മറക്കാണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നൊന്നുമില്ല, MCQ ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ തന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഓർഡർ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് അതിൽ നിന്ന് ഉത്തരം ഫ്രെയിം ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓർഡേഴ്സും നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, വാട്ടർ സോലുബിൾ വൈറ്റമിൻസിൻ്റെയും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസിൻ്റെയും. അപ്പോൾ നമുക്ക് ഇത്രയും നേരം എന്താ പഠിച്ചതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫുള്ള് പഠിച്ചത് എന്തായിരുന്നു? ഇറിഡേഷനെ കുറിച്ചല്ലേ പഠിച്ചത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്ക് ഫുഡ് പ്രിസർവേഷൻ ആയിരുന്നു. ഫുഡ് പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നു, ഫുഡിനെ കേടൊന്നും വരാണ്ട് ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നു. അതാണ് ഫുഡ് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് പ്രിസർവേഷനിൽ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്ക് ഇറിഡേഷൻ ആണ്. അതായത് റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സ്പോയിലേജ് ഓർഗാനിസംസിനെയും പാത്തജൻസിനെയും ഒക്കെ ഫുഡിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആൽഫ റേഡിയേഷൻ ഉണ്ട്, ബീറ്റ ഉണ്ട്, ഗാമയുണ്ട്, എക്സ്റേസ് ഉണ്ട് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ പല റേഡിയേഷൻസും നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എക്സ്റേക്കും ഫ്രീ ഇലക്ട്രോൺസിനും ഒരു കഴിവുണ്ട്, കെമിക്കൽ ബോൺസിനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്.
പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇറിഡേഷൻ പ്രൊസീജിയർ നടക്കുന്നത്, റേഡിയേഷൻ അപ്ലൈ ചെയ്തിട്ട് മൈക്രോബ്സ് എങ്ങനെയാണ് ഡിസ്ട്രോയ് ആവുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മളൊരു ഹൈ മോയ്സ്ചർ ഫുഡ് എടുക്കുന്നു, ആ ഒരു ഹൈ മോയ്സ്ചർ ഫുഡിനകത്ത് എന്തായാലും വാട്ടർ ഉണ്ടാവും. നമ്മൾ അതിലേക്ക് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ആ വാട്ടർ അയണൈസ് ആവും. വാട്ടർ അയണൈസ് ആയിട്ട് എന്ത് പറ്റും, അതിനകത്തുനിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഈ ഇലക്ട്രോൺസ് പോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രോൺസിന് ഒരു കഴിവുണ്ട്, കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺസ് പോയിട്ട് കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യും. കെമിക്കൽ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാവും. ഈ പ്രൊഡക്റ്റൊക്കെ പിന്നെ പോയിട്ട് റീകമ്പൈൻ ചെയ്തിട്ട് കുറേ റാഡിക്കൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ പേരൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്, പേരെല്ലാം പഠിച്ചു വെക്കുക. ഈ റാഡിക്കൽസിന് പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്, കുറേ സമയമൊന്നും ജീവിക്കാൻ പറ്റില്ല, ഷോർട്ട് ലിവ്ഡ് ആണ്. 10⁻⁵ സെക്കൻഡ്സിന് താഴെ സമയം മാത്രമേ ഈ റാഡിക്കൽസ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അതിൻ്റെ ജോലി തീർക്കും, പോയിട്ട് ഫുഡിനകത്തുള്ള മൈക്രോബ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്ത് കളയും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പഠിച്ചു, റേഡിയോളിസിസ് എന്താ പഠിച്ചു. പിന്നെന്താണ്, ഇറേഡിയേഷൻ എല്ലാ കൺട്രീസിലും പെർമിറ്റഡ് അല്ല, 38 കൺട്രീസിൽ മാത്രമേ അത് അനുവദിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചത് നമുക്ക് റേഡിയേഷൻ തോന്നിയ മാതിരി യൂസ് ചെയ്യാനൊന്നും പറ്റൂല, അതിനൊരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്. ജെക്ഫ പറഞ്ഞിട്ടുള്ള ഒരു മാക്സിമം ആവറേജ് ഡോസ് ഉണ്ട്, അത് 10 കിലോഗ്രാം ആണ് നമ്മൾ പഠിച്ചു. പിന്നെ ആ ഒരു ഡോസിനെ CAC കോഡസ് അലിമെന്റേറിയസ് കമ്മീഷൻ ഒരു സ്റ്റാൻഡേർഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇറിഡേഷൻ പ്ലാന്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതും കോഡസ് അലിമെന്റേറിയസ് കമ്മീഷനാണ്. പിന്നെ WHO നമുക്ക് തന്നിട്ടുള്ള 2 വാല്യൂസും നമ്മൾ പഠിച്ചു, മാക്സിമം ഡോസിനും ആവറേജ് ഡോസിനും. 15 കിലോഗ്രാം 10 കിലോഗ്രാം അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ടാബ്ലർ കോളം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഓരോ ഡിഫറെൻറ്റ് പ്രോസസ്സിനും ഓരോ ഡിഫറെൻറ്റ് ഫുഡിനും നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഡിയേഷൻ്റെ റേഞ്ച് എത്രയാണെന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു. അത് ഓർത്ത് വയ്ക്കാനുള്ള ട്രിക്കൊക്കെ നമ്മൾ പറഞ്ഞു, അത് വൃത്തിക്ക് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഒരു പ്രോസസ്സിൻ്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓവർകം ചെയ്യാനുള്ളൊരു മെത്തേഡ് നമ്മൾ പറഞ്ഞു, മീറ്റിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു പ്രശ്നം ഓവർകം ചെയ്യുന്നത്, വാക്വം പാക്ക് യൂസ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളിത് ഡിസഡ്വാൻറ്റേജിൻ്റെ ഒരു ബാക്കിയായിട്ട് തന്നെ നമുക്ക് പറയാം. നമ്മൾ ഈ ഒരു റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫുഡിനകത്തുള്ള നമുക്ക് ആവശ്യമായിട്ടുള്ള പല കമ്പോണൻസും നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു കമ്പോണൻ്റാണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത്, ബോത്ത് വാട്ടർ സോൾബിൾ ആൻഡ് ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ്. ഓക്കെ, അങ്ങനെ വൈറ്റമിൻസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിൻ്റെ ആ ഒരു സെൻസിറ്റിവിറ്റി ഓർഡർ നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ള വൈറ്റമിൻ ഏതാണ്, ഏറ്റവും കുറവ് നഷ്ടപ്പെട്ടു പോകുന്നത് ഏതാണെന്നുള്ള ആ ഒരു ഓർഡർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷനിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ 21 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ആ ക്വസ്റ്റ്യൻ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും. ദ റേഡിയേഷൻ ഡോസ് യൂസ്ഡ് ഫോർ ഡിലേയിങ് സ്പ്രൗട്ടിങ് ഡിലേ ചെയ്യാനായിട്ട് ഉള്ള റേഡിയേഷൻ ഡോസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്പ്രൗട്ടിങ് ഡിലേ ചെയ്യാനായിട്ട് അവിടെ പഠിച്ച വാല്യൂ എത്രയായിരുന്നു? 0.1 to 0.2 ആയിരുന്നു. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക. ഇല്ല, ഡയറക്റ്റായിട്ട് ആ വാല്യൂ തന്നിട്ടില്ല. പക്ഷേ ജസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ <1 കിലോഗ്രാം എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വാല്യൂ ആ ഒരു <1 കിലോഗ്രാമിക്ക് അകത്തല്ലേ കിടക്കുന്നത്. സോ എന്തായാലും നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളാണ്. ആ ഒരു ടാബ്ലർ കോളം പഠിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് ഉത്തരവും എഴുതിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് ടാബ്ലർ കോളം അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ പോർഷൻസിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള, പ്രാക്ടീസ് ചെയ്യേണ്ട, പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ റീസൺ ഫോർ യൂസിങ് ഇറേഡിയേഷൻ ഇൻ ഫുഡ് പ്രിസർവേഷൻ? നമ്മൾ എന്തിനാണ് റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത്? ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, ടു എൻഹാൻസ് ഫ്ലേവർ. ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ എവിടെയും പഠിച്ചില്ല അല്ലേ? ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി റേഡിയേഷൻ അപ്ലൈ ചെയ്യുമോ നമ്മൾ പഠിച്ചോ? ഇല്ല. സോ ഓപ്ഷൻ എ അല്ല. ടു റെഡ്യൂസ് ദ ഫുഡ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുമോ? റേഡിയേഷൻ അപ്ലൈ ചെയ്താൽ ഫുഡിൻ്റെ വെയിറ്റ് കുറയുമോ? ഇല്ല. നമ്മൾ ഫുഡിനെ ഡ്രൈ ചെയ്താൽ, ഹീറ്റ് കൊടുത്ത് ഫുഡിനെ ഉണക്കി കഴിഞ്ഞാൽ വെള്ളം നഷ്ടപ്പെടുന്നതുകൊണ്ട്, വാട്ടർ പോകുന്നതുകൊണ്ട് അവിടെ വെയിറ്റ് കുറയും. പക്ഷേ റേഡിയേഷൻ അപ്ലൈ ചെയ്താൽ അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. അപ്പോൾ അതുമല്ല. തേർഡ് വൺ, ടു ഡിസ്ട്രോയ് സ്പോയിലേജ് ഓർഗാനിസംസ് ആൻഡ് പാത്തജൻസ്. ഓക്കെ ആണല്ലേ? റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന തന്നെ സ്പോയിലേജ് ഓർഗാനിസംസിനെയും പാത്തജൻസിനെയും ഒക്കെ ഒഴിവാക്കിയിട്ട് ഫുഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. തൽക്കാലം ടിക്കറ്റ് വെക്കാം. ലാസ്റ്റ് വൺ നോക്ക്, ടു ഇൻക്രീസ് ദ വാട്ടർ കണ്ടൻറ്റ്. നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്തു എന്നും പറഞ്ഞ് വെള്ളം കൂടുമോ? കൂടില്ല. അപ്പോൾ അതുമല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ടു ഡിസ്ട്രോയ് ദ
സ്പോയിലേജ് ഓർഗാനിസംസ് ഓർ പാത്തജൻസ്. അതാണ് റേഡിയേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ദിവസം നോക്കാം. വിച്ച് വൈറ്റമിൻ ഈസ് മോർ സെൻസിറ്റീവ് ടു റേഡിയേഷൻ. നമ്മളൊരു ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? നമ്മൾ സെൻസിറ്റിവിറ്റീൻ്റെ ഓർഡർ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതുപോലെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ഇറേഡിയേഷൻ സെൻസിറ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ ഇപ്പോൾ ഇതിനകത്ത് സി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്, കെ പറയുന്നുണ്ട്, ഇ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക, വൈറ്റമിൻ സി ആണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത്. നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകാൻ ഏറ്റവും ചാൻസ് ഉള്ള വൈറ്റമിൻ സി ആണ്. ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വൈറ്റമിൻ ഈസ് മോർ സെൻസിറ്റീവ് ടു ഹീറ്റ് പ്രോസസ്സിംഗ്. ഓക്കെ, നമ്മളിപ്പം ഇറേഡിയേഷനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ, കാരണം നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറേഡിയേഷൻ ചെയ്യുമ്പം ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? സി ആണ് അല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉള്ള വൈറ്റമിൻ സി ആണ്. ഓക്കെ, വൈറ്റമിൻ സി ആണ്. നമ്മൾ ഈ നാരങ്ങയ്ക്കകത്തൊക്കെ ഉള്ള വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ സി ആണ്. അതും നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു അസിഡിറ്റിയും ആ ഒരു വൈറ്റമിൻ സി കണ്ടന്റ് അങ്ങ് പോകും. ഭയങ്കര സെൻസിറ്റീവ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്ന സാധനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാക്സിമം റെക്കമെൻഡഡ് ഡോസ് ഓഫ് ഇറിഡേഷൻ ഫോർ ഫുഡ് പ്രിസർവേഷൻ? അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ബോൾഡ് ആക്കിയൊക്കെ പഠിച്ചില്ലായിരുന്നോ? മാക്സിമം റെക്കമെൻഡഡ് ഡോസ് എത്രയാണ് നമ്മൾ പഠിച്ചത്? മാക്സിമം റെക്കമെൻഡഡ് ഡോസ് 15 കിലോഗ്രാം അല്ലേ പഠിച്ചത്? നമ്മൾ 3 വാല്യൂസ് അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാക്സിമം റെക്കമെൻഡഡ് ഡോസ് എത്രയായിരുന്നു? 15 കിലോഗ്രാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ വാല്യൂ ആണിത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇറിഡേഷൻ ഇൻ ഫുഡ് പ്രിസർവേഷൻ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ടു ഇൻക്രീസ് ദ മൈക്രോബിയൽ ഗ്രോത്ത്. നമ്മൾ മൈക്രോബ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണോ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത്? റേഡിയേഷൻ എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ്. അപ്പോൾ മൈക്രോബ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ അല്ല. അടുത്ത ഓപ്ഷൻ, ടു റിമൂവ് ദ വാട്ടർ ഫ്രം ഫുഡ്. നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്താൽ ഫുഡിൽ നിന്ന് വെള്ളം റിമൂവ് ആക്കാൻ പറ്റുമോ? പറ്റൂല. അടുത്ത ഓപ്ഷൻ, ടു ഡിസ്ട്രോയ് ദ സ്പോയിലേജ് ഓർഗാനിസംസ് ഓർ പാത്തജൻസ് ആണ്. കാരണം നമ്മൾ റേഡിയേഷൻ അപ്ലൈ ചെയ്യുന്നത് തന്നെ ഈ പാത്തജൻസിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ഫുഡ് പ്രിസർവ് ചെയ്യാനാണ്. അത് കറക്റ്റ് ഉത്തരവാണ്. പിന്നെ അടുത്തത്, ടു എൻഹാൻസ് ഫ്ലേവർ. ഒരിക്കലും റേഡിയേഷൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് ഫ്ലേവർ കൂടുമൊന്നുമില്ല. ഇനി ഫ്ലേവറിന് മാറ്റം വന്നാൽ തന്നെ ഫ്ലേവർ നഷ്ടപ്പെടുത്തേ ഉള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിൽക്ക് പ്രൊഡക്റ്റ് പോലെയുള്ള ചില ഫുഡ് ഐറ്റംസിലേക്ക് നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ റാൻസിഡിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. സോ ഫ്ലേവർ ഉണ്ടെങ്കിൽ തന്നെ കുറയുള്ളൂ, ഒരിക്കലും ഫ്ലേവർ എൻഹാൻസ് ആവുമൊന്നുമില്ല. സോ അതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വൈറ്റമിൻ ഈസ് മോർ സ്റ്റേബിൾ ഡ്യൂറിങ് ഫുഡ് ഇറേഡിയേഷൻ? നമ്മൾ ഫുഡിനെ ഇറേഡിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് സെൻസിറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ വൈറ്റമിൻ, ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാതെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന വൈറ്റമിൻ ഇ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തെറ്റ്, ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഫുഡ് ഇറിഡേഷൻ ക്യാൻ കോസ് ദ ലോസ് ഓഫ് ഫാറ്റ് സോൾബിൾ കമ്പണൻസ് ആൻഡ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് ഫാറ്റ് സോൾബിൾ കമ്പണൻസും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. സം ഫുഡ് ലൈക്ക് ഡയറി പ്രൊഡക്ട്സ് ആർ അൺസ്യൂട്ടബിൾ ഫോർ ഇറിഡേഷൻ ഡ്യൂ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ്. അതും കറക്റ്റ് അല്ലേ? ചില ഫുഡ് ഐറ്റംസ് ലൈക്ക് ഡയറി പ്രോഡക്ട്സ് നമ്മൾ പറഞ്ഞു നമുക്ക് ഇറിഡേഷൻ ചെയ്യാനായിട്ട് അത്രയും സ്യൂട്ടബിൾ അല്ല, ചെയ്യില്ല എന്നല്ല, ബട്ട് സ്യൂട്ടബിൾ അല്ല. കാരണം റാൻസിഡ് ഓഫ് ഫ്ലേവർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഓപ്ഷനും കറക്റ്റാണ്. തേർഡ് ഓപ്ഷൻ നോക്കി, ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആക്സിലറേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്ലേവർ ഇൻ ഇറേഡിയേറ്റഡ് മീറ്റ് പ്രോഡക്ട്സ് അല്ലേ? അതായത് ഓക്സിജൻ ഉണ്ടെങ്കിൽ ആ ഒരു റാൻസിഡിറ്റി ഡെവലപ്മെൻറ്റ് ആക്സിലറേറ്റ് ആവും. എന്തായാലും ഓക്സിജൻ അതിനെ ആക്സിലറേറ്റ് ആക്കുമോ നമ്മൾ പഠിച്ചു. സോ ആ ഓപ്ഷനും കറക്റ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കി, ഫിനോളൈസ് ഈസ് എൻ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദി ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻസ് ഇൻ പ്ലാന്റ് ടിഷ്യൂസ്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നമുക്ക് അറിയേണ്ടത്. ലാസ്റ്റ് വൺ നമ്മൾ ഇറേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതല്ല പറയുന്നത്. ഫിനോളൈസ് എന്ന് പറയുന്ന ഒരു എൻസൈമിനെ കുറിച്ചാണ്. ഫിനോളൈസ് എന്ന് പറയുന്ന എൻസൈം എന്തായാലും പ്രോട്ടീൻ ബ്രേക്ക് ചെയ്യുന്ന ഒരു എൻസൈം ഒന്നും അല്ല. പ്രോട്ടീൻ ബ്രേക്ക് ചെയ്യുന്ന പല എൻസൈംസും നമുക്കറിയാം. പ്രോട്ടിയോളിറ്റിക് എൻസൈംസ് എന്നാണ് പറയുക. പെപ്സിൻ ഉണ്ട്, പെപ്പൈൻ ഉണ്ട്, അങ്ങനെ പല എൻസൈംസും ഉണ്ട്. പക്ഷേ ഫിനോളൈസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു എൻസൈം ഒന്നും അല്ല. ഫിനോളൈസ് ഒക്കെ നമ്മുടെ ബ്രൗണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എൻസൈംസ് ആണ്. സോ എന്തായാലും ആ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേർഡും അല്ലേ കറക്റ്റ്? അപ്പോൾ ഇതല്ലേ കറക്റ്റ്? ഫസ്റ്റും സെക്കൻഡും തേർഡും ആണ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സ്പ്രൗട്ടിങ് ഡിലേ ചെയ്യാനായിട്ട് എത്ര റേഡിയേഷൻ നമ്മൾ കൊടുക്കണം എന്നുള്ളത് നമ്മളത് ടാബ്ലർ കോളത്തിൽ എത്ര പഠിച്ചത്? 0.1 to 0.2 ആണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ വരുന്നത്? ഓപ്ഷൻ എ അല്ലേ വരുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, <1 കിലോഗ്രാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ജെക്ഫ സ്റ്റാൻഡ്സ് ഫോർ. ജെക്ഫയുടെ ഫുൾ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ജോയിൻറ്റ് FAO
IAEA, WHO, എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ഹോൾസംനെസ് ഓഫ് ഇറേഡിയേറ്റഡ് ഫുഡ്. ഇത് നമ്മുടെ ഇറേഡിയേഷൻ്റെ കോണ്ടസ്റ്റിൽ നമ്മൾ ഈ ഒരു ഡെഫിനിഷനാണ്, ഈ ഒരു ഇതാണ് പഠിച്ചത്, എക്സ്പാൻഷനാണ് പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഉത്തരവെന്ന് അറിയാം. ബാക്കിയൊക്കെ ഫുഡ് അഡിറ്റീവ്സ് ആയിട്ട് ബന്ധപ്പെട്ടും അഡൾട്രേഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ എഴുതിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അപ്രൂവ്ഡ് ഇറിഡേഷൻ ഡോസ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. നമ്മൾ ആ ടാബ്ലർ കോളത്തിൽ പഠിച്ച ഫസ്റ്റ് വാല്യൂ ഏതായിരുന്നു? ഹെർബ്സിൻ്റെയും സ്പൈസിൻ്റെയും ഒക്കെ സ്റ്റെറിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയേഷൻ ഡോസ് 7 to 10. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വാല്യൂ ആണെന്ന് പറഞ്ഞ് പഠിച്ച 7 to 10 അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അപ്രൂവ്ഡ് ഇറിഡേഷൻ ഡോസ് ഫോർ ദ സ്റ്റെറിലൈസേഷൻ ഓഫ് വൈൻ കോർക്ക്. വൈൻ കോർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പാക്കേജിംഗ് മെറ്റീരിയലിൻ്റെ കൂട്ടത്തിൽ പഠിച്ചതല്ലേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കവിടെ പെർമിറ്റഡ് ഡോസിൻ്റെ അപ്പുറത്തേക്ക് വാല്യൂ പോവാമെന്ന് പറഞ്ഞു. എവിടെയാണ്? 10 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ 10 to 25 ആയിരുന്നു അവിടുത്തെ വാല്യൂ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്രൂവ്ഡ് ഇറിഡേഷൻ ഡോസ് ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് പാത്തജൻസ് ഫ്രം ഫ്രോസൺ പൗൾട്രി, മീറ്റ് ഓർ ശ്രിംസ്. അതായത് നമ്മുടെ ഫ്രോസൺ പ്രൊഡക്ട്സിനകത്തുനിന്നും പാത്തജൻസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റേഡിയേഷൻ സോഴ്സ്, അതും നമ്മൾ പഠിച്ചതാണ്. 2.5 to 10 ആണ് നമ്മൾ പഠിച്ച വാല്യൂ അല്ലേ, 2.5 to 10. അടുത്ത ക്വസ്റ്റ്യൻ, അപ്രൂവ്ഡ് ഇറിഡേഷൻ ഡോസ് ഫോർ ദി കൺട്രോൾ ഓഫ് മൗൾഡ്. ഓക്കെ, മൗൾഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയായിരുന്നു? 2 to 5 ആണ്. അതും നമ്മൾ പഠിച്ച വാല്യൂ ആണ്, 2 to 5 kg ആണ്. Approved irradiation dose for the extension of chill life from 5 days to 1 month for fresh fish, pork, soft fruit, etc. അത് നമ്മൾ പഠിച്ച വാല്യൂ ആണ് 2 to 5. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കുറേ വട്ടം ഡിസ്കസ് ചെയ്ത് കുറേ ട്രിക്കൊക്കെ വെച്ച് ഓർഡറിൽ പഠിച്ച വാല്യൂസ് ആണ്. ഇനി നമ്മൾ ആ ട്രിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് എഴുതുക, അതിൻ്റെ ഉത്തരം എടുത്ത് ഇങ്ങോട്ടേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ എല്ലാം പഠിച്ച വാല്യൂസ് ആണ്. അപ്രൂവ്ഡ് ഇറിഡേഷൻ ഡോസ് ഫോർ ദി ഇനാക്ടിവേഷൻ ഓർ കൺട്രോൾ ഓഫ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ എത്രയായിരുന്നു? 0.1 to 6 അല്ലേ. അപ്പോൾ അത് നമുക്ക് അറിയുന്ന ഉത്തരവേ ഉള്ളൂ, 0.1 to 6 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതിൻ്റെയാണ്? ഫ്രൂട്ട്സിൻ്റെയും ഗ്രെയിൻ്റെയും ഫ്ലോറിൻ്റെയും കൊക്കോ ബീൻസിൻ്റെയും ഡ്രൈ ഫുഡിൻ്റെയും ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, 0.1 to 2 ആണ്. നമ്മൾ ആ സെക്കൻഡ് ലാസ്റ്റ് പഠിച്ച വാല്യൂ 0.1 to 2 ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരവായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് പറയുന്നത് അസർഷൻ നോക്കിയേ, മീറ്റ് ഈസ് ഇറേഡിയേറ്റഡ് ഇൻ വാക്വം പാക്സ്. ഓക്കെ, കറക്റ്റ് അല്ലേ. മീറ്റിനെ നമ്മൾ വാക്വം പാക്കിൽ ഇറേഡിയേറ്റ് ചെയ്യാറുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഡിസഡ്വാൻറ്റേജ് പഠിച്ച കൂട്ടത്തിൽ ഒരു പോയിന്റ് പറഞ്ഞു. ഓക്കെ, അതെന്തായാലും കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ റീസൺ നോക്കിയേ, ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ മേ ഇമ്പാക്ട് പ്രോട്ടീലിറ്റിക് ചേഞ്ചസ് ഇൻ മീറ്റ് ആൻഡ് ചേഞ്ചസ് ദ കൺസിസ്റ്റൻസി ഓഫ് മീറ്റ് അണ്ടർ റേഡിയേഷൻ. അതായത് നമ്മൾ ഓക്സിജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വാക്വം പാക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നാണ് പറയുന്നത്? പ്രോട്ടീലിറ്റിക് ചേഞ്ചസ് ഉണ്ടായിട്ട് മീറ്റിൻ്റെ കൺസിസ്റ്റൻസി മാറും എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് വാക്വം പാക്കേജിങ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത്? വാക്വം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസ് വന്നിട്ട് ആ ഓക്സിജൻ നമ്മുടെ മീറ്റിനകത്ത് റാൻസിഡ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റാൻസിഡ് ഓഫ് ഫ്ലേവേഴ്സ് ഡെവലപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എന്നല്ലേ പഠിച്ചത്. അപ്പോൾ റീസൺ പറയുന്നത് കറക്റ്റ് ആണോ? റീസൺ റോങ് ആണ് അല്ലേ. റീസൺ റോങ് ആണ്. ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കി. എയിൽ പറയുന്നത് both assertion and reason are correct and reason is the correct explanation of the assertion. ആണോ? റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ഈ റീസൺ ആണോ മറ്റ് ഇതിൻ്റെ റീസൺ ആയിട്ട് നമ്മൾ പഠിച്ചത്? അല്ലല്ലോ. ഓപ്ഷൻ എ തെറ്റ്. ഇനി അടുത്തത് ഓപ്ഷൻ ബി, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസർഷൻ. അസർഷനും റീസണും കറക്റ്റ് ആണ്, പക്ഷേ റീസൺ എന്ന് പറയുന്നത് അസർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം റേഡിയേഷൻ ചെയ്യുമ്പോൾ പ്രോട്ടീലിറ്റിക് എൻസൈംസ്, പ്രോട്ടീലിറ്റി ചേഞ്ചസ് ഉണ്ടാവണം എന്നാ. അങ്ങനൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതും അല്ല. പിന്നെ അടുത്തത് ഓൺലി അസേർഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ്. അടുത്തത് രണ്ടും കറക്റ്റാണ്, അല്ല സോറി രണ്ടും തെറ്റാണ്. രണ്ടും തെറ്റാണോ? അല്ല, ഇത് ശരിയാണ്, നമുക്ക് എന്തായാലും അറിയാം. അസേർഷൻ ശരിയാണെന്ന് അറിയാം. അപ്പോൾ എന്തായാലും ഈ ഓപ്ഷനും അല്ല. സി നോക്കിയേ, ഓൺലി അസേർഷൻ ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് റോങ്. അതല്ലേ, കാരണം അസേർഷൻ നമ്മൾ പറഞ്ഞു എന്തായാലും കറക്റ്റാണ്, പക്ഷേ റീസണിൽ എഴുതിയിരിക്കുന്ന കാര്യം തെറ്റാണ്. ഇറിഡേഷൻ ചെയ്യുമ്പോൾ പ്രോട്ടീലിറ്റി ചേഞ്ചസ് ഉണ്ടാവുമെന്നോ കൺസിസ്റ്റൻസി മാറുമെന്നൊന്നും നമ്മൾ എവിടെയും പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും റീസൺ പറഞ്ഞത് റോങ് തന്നെയാണ്. അപ്പോൾ ഏതാണ് ഇതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലേ. നമുക്കിതിനകത്ത് ഇപ്പം ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും അല്ലാന്ന് ആദ്യം തന്നെ ഉറപ്പിക്കാം. കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഈ ബിയും സിയും ആയിട്ടാണ് കൺഫ്യൂഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇരുത്തി വായിച്ച് നോക്കാം. ബിയിൽ അവർ പറയുന്നുണ്ട് റീസൺ ഇതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, പക്ഷേ റീസണിൽ പറയുന്ന കാര്യം കറക്റ്റാന്ന് പറയുന്നുണ്ട്. അതും കറക്റ്റൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സുഖമായിട്ട് നമുക്ക് മനസ്സിലാവും ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. സോ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇറിഡേഷനെ പറ്റിയിട്ടാണ്. അതായത് ഫുഡ് പ്രിസർവേഷൻ്റെ ഒരു മെത്തേഡായിട്ടുള്ള ഇറിഡേഷനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത്. നമ്മൾ കുറേ ടോപ്പിക്സ് പഠിച്ചു, ക്വസ്റ്റ്യൻസ് നോക്കി,
വളരെ നല്ലൊരു ടോപ്പിക്, എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ആ ഒരു ടാബ്ലർ കോളം വൃത്തിക്ക് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഡോസസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ജെക്ഫ പറയുന്നതും WHO പറയുന്നതും കുറച്ച് വാല്യൂസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ എന്താണ് റേഡിയേഷൻ എന്നും അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ അങ്ങനെയുള്ള തിയറി പോയിന്റ്സ് പഠിക്കുന്നിടത്തു നിന്നായിരിക്കും ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള പോലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തിയറി പോർഷൻസും സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. അതേപോലെ തന്നെ വാല്യൂസിനും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇറിഡിയേഷൻ എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഫുഡ് പ്രിസർവേഷൻ മെത്തേഡിനെ കുറിച്ച് പഠിക്കാം.